ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ്. റെസിപ്പി വീഡിയോ ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ പത്തിരിക്ക് പൊടി എങ്ങനെ കുഴച്ചെടുക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ കുറച്ചൊരു റിസ്കി ആയിട്ടുള്ളൊരു പണിയാണ് കുഴച്ചെടുക്കുക, നന്നായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക എന്നുള്ളത്. മാത്രമല്ല നോമ്പുകാലത്ത് നമുക്കത് ഒരുപാട് ടൈം ഇതിനും വ്യത്യാസമൊന്നുമില്ല, പക്ഷേ റിസ്ക് കുറച്ച് കുറയും. അപ്പോൾ അത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുകയാണ്. പൊടി വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ചൂടോടുകൂടി തന്നെയാണ് സാധാരണ കുഴയ്ക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് കുഴയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എഗ്ഗ് ബീറ്റർ വെച്ചിട്ട് എങ്ങനെ കുഴച്ചെടുക്കുക എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. എഗ്ഗ് ബീറ്റർ മിക്കവരുടെയും തന്നെ കയ്യിലുണ്ടാവും. അപ്പോൾ ഞാൻ പൊടി വാട്ടിയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ മാറ്റണമെന്നൊന്നുമില്ല, വലിയ പാത്രത്തിൽ വാട്ടിയാൽ മതി. ഇതാണ് എഗ്ഗ് ബീറ്ററിൻ്റെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ബ്ലേഡ്. ഇതാണ്, നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ബ്ലേഡ് ആവശ്യമില്ല. അതവിടെ മാറ്റി വെച്ചു. അതിൻ്റെ കൂടെ ഇതാ സ്പ്രിങ് പോലൊരു ബ്ലേഡ് ഉണ്ടാവും, അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ എഗ്ഗ് ബീറ്റ് ചെയ്യണ പോലെ തന്നെ മാവിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് സ്പീഡ് കുറച്ച് വേണം ചെയ്യാൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നല്ല ഫുൾ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്പീഡ് കുറച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഫുൾ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. തുടക്കത്തിലൊക്കെ ഇതിങ്ങനെ പൊടി പൊടിയായിട്ടാണ് ഉണ്ടാവുക, പിന്നെ ഇതിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് വരും. ഇടയ്ക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഇടയ്ക്ക് സോഫ്റ്റായാൽ നോക്കുക, കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത്തിരി വെള്ളം മതി കേട്ടോ, 2 സ്പൂണൊക്കെ വെള്ളം മതി. നമ്മൾ കുഴയ്ക്കുമ്പോഴും നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുക്കുമല്ലോ, അതിന് പകരം ഒരു 2 ടീസ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അഥവാ നമ്മൾ പൊടി വാട്ടിയപ്പോൾ വെള്ളം കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ 2-3 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്നതിൽ നിന്ന് സമയത്തിന് വ്യത്യാസമൊന്നുമില്ല, ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും. പക്ഷേ ചൂടോടുകൂടി തന്നെ ഈ ബീറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ ഇതാ ഏകദേശം എൻ്റേത് റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറിയിട്ടുണ്ട്. അതിങ്ങനെ പൊടി പൊടിയായിട്ട് കിടന്നത് ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നൂൽപുട്ടിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ആ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ പത്തിരിക്ക് വേണ്ടി ആയതുകൊണ്ടൊന്ന് ഒരു ഉരുളയാക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ എല്ലാവരും ഒന്ന് പ്രയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്